എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. 10th പ്രിലിംസ് ആണ് നമ്മുടെ മുന്നിലുള്ള പരീക്ഷ. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടു സംഖ്യകളുടെ തുക 15ഉം അവയുടെ വ്യത്യാസം 1ഉം ആയാൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ചോദ്യം വളരെ സിമ്പിളാണ്. എന്താണ്? രണ്ട് സംഖ്യകളുടെ തുക 15 തന്നിട്ടുണ്ട്, അവയുടെ വ്യത്യാസം 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നോർമലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകൾ എക്സ് വൈ എന്ന് എടുത്തിട്ട് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 15, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുക. അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും പറയാതെയാണ് ചെയ്യുന്നതെന്നുള്ളൂ. അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂവും രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂവും തരികയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഈ തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടുമോ അറിയോ? വലിയ സംഖ്യ കിട്ടും. കൂട്ടത്തിലെ വലിയ സംഖ്യ കിട്ടും. എത്രയാ? 16/2. അപ്പോൾ വലിയ സംഖ്യ എത്രയാ? 8 എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇത് രണ്ടും കൂട്ടിയിട്ട് ഈ 15 തുക വ്യത്യാസം 1, ഇവയുടെ വ്യത്യാസം എടുത്തിട്ട് അതായത് 15 - 1 എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ എന്താകും എന്നറിയോ? 14/2 7 നമ്മുടെ ചെറിയ സംഖ്യ കിട്ടും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താ ചോദ്യം? എന്തായിരുന്നു ചോദ്യം? എന്താണ്? നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക 15ഉം അവയുടെ വ്യത്യാസം 1 തന്നിട്ടുണ്ട്. എങ്കിൽ ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ആ തുക എന്ത് ചെയ്യുക? തുക കൂട്ടണം വ്യത്യാസം, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ /2 ചെയ്താൽ കിട്ടുന്ന സംഖ്യ 15 + 1 16/2 8. ആ കിട്ടുന്ന സംഖ്യ കൂട്ടത്തിലെ വലിയ സംഖ്യയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തുക കുറയ്ക്കണം വ്യത്യാസം /2 ചെയ്താൽ കിട്ടുന്ന എത്രയാ? 14/2 7. എന്തായിരിക്കും എന്നാ പറഞ്ഞത്? അത് എന്ന് പറയുന്നത് അതിലെ ചെറിയ സംഖ്യ ആയിരിക്കും. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അല്ലേ? സിമ്പിൾ സാധനം. ഇനി നമ്മളോട് ചോദിച്ചേക്കണം എന്താ? ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? സംഖ്യ 8ഉം 7ഉം ആണ്. ഇവയുടെ ഗുണനഫലം 8 × 7 8 56. 8 56. ഉത്തരം എത്രയാ? ഓപ്ഷൻ സി 56. കറക്റ്റ് അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാലോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയിൽ നിന്നും 1/2 കുറച്ച് കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ 1/8 കിട്ടി. സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? ഇത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നമ്മളപ്പോൾ ആദ്യം ആ സംഖ്യയ്ക്ക് എന്ത് ഇടണം? സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം. കാരണം നമുക്ക് ആ സംഖ്യ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ആയിട്ട് എടുക്കുക. അങ്ങനെ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് സംഖ്യ എടുത്തിട്ടും ചെയ്യാം. നമ്മൾ പക്ഷേ എന്ത് ചെയ്യാണ്? സംഖ്യ എക്സ് ആണെന്ന് എടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു സംഖ്യ, ആ സംഖ്യ എക്സ് ആണ്. അതിൽ നിന്നും 1/2 കുറച്ച് കിട്ടിയതിനെ, ഈ എക്സിൽ നിന്ന് 1/2 കുറച്ച് കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ അപ്പോൾ എന്താണ്? എക്സ് മൈനസ് 1/2 എന്ത് ചെയ്യണം? 1/2 കൊണ്ട് ഗുണിക്കണം അല്ലേ? ഗുണിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നാ പറയുന്നേ? 1/8 കിട്ടി എന്നാ പറയുന്നേ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇവിടെ 1/2 ഉണ്ട്. ഇതിനെ നമുക്ക് ഇവിടെ നോക്ക്, ഇവിടെ ഇത് ബ്രാക്കറ്റിലില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്തായാലും ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അല്ല എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ഈ ഇൻറ്റു 1/2 ഇല്ലേ? ഈ ബ്രാക്കറ്റിലുള്ളത് ഒരു ഭാഗവും ഈ ഇൻറ്റു 1/2 എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറത്തേക്ക് നമുക്ക് മാറ്റാലോ. ഈ 2 ഇവിടെ ഡിവിഷൻ ആണ്, ഹരിക്കണം 2 എന്നല്ലേ? അത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? എക്സ് മൈനസ് 1/2 ഇവിടെ നിർത്തിയിട്ട് ഈ 1/2 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ താഴെയാണ്, അതായത് ഹരിക്കണം 2 എന്നാണ്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഗുണിക്കണം 2 എന്നാവും. അപ്പോൾ എന്ത് ചെയ്യും? 1/8 ഈ 2 മേലെ പോകുമ്പോൾ ഗുണിക്കണം 2 എന്നായിട്ട് മാറും. മേലെ ഈ 1 എന്ത് ചെയ്യും? താഴേക്ക് പോവും, അല്ലെങ്കിൽ ഹരിക്കണം 1 എന്നായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി എന്ത് ചെയ്യാം? ഈ 8ഉം 2ഉം വെട്ടി ചെറുതാക്കിയാൽ 1/4 എന്ന് കിട്ടും. അതായത് എന്താണ്? എക്സ് മൈനസ് 1/2 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? 1/4 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് എന്താ? സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ അതായത് എക്സ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്ക്, എക്സ് മാത്രം എനിക്ക് ഈ സൈഡിൽ വേണം. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. എനിക്കിവിടെ എക്സ് മാത്രം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എക്സ് സമത്തിൻ്റെ അപ്പുറത്ത് ആരുള്ളത്? ഇതാ 1/4. അത് അതുപോലെ എഴുതുക, അതിന് മാറ്റമില്ല. ഓക്കെ,
1/4. ഇനി ഇവിടെ -1/2. ഇവിടെ -1/2. അത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +1/2 ആയിട്ട് മാറും. എന്താവും? +1/2 ആയിട്ട് മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഈ 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്, 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയാണ്. അരയും കാലും കൂട്ടിയാൽ മുക്കാലാണ്. മുക്കാൽ എത്രയാ? 3/4 അതൊക്കെ നമ്മൾ പഠിച്ചതാ, അങ്ങനെ പഠിച്ചതാ അല്ലേ? 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല്, 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര, 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ. ഇതൊക്കെ ഇങ്ങനെ പഠിച്ചതാ, ഇത് ഇങ്ങനെ പഠിക്കാനുള്ളതേ ഉള്ളത്. അരയും കാലും കൂട്ടിയാൽ എത്രയാണ്? മുക്കാലാണെന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാ, പഠിച്ചതാ. സാധാരണ നമ്മൾ പറയുന്നല്ലേ അല്ല. അതേപോലെ ഈ മുക്കാലിന്ന് അര കുറച്ചാൽ കാലാണ്, മുക്കാലിന്ന് കാല് കുറച്ചാൽ അരയാണ്. അതൊക്കെ കുറേ തവണ പറഞ്ഞതാണ്. പക്ഷെ എന്നാൽ കൂടി ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 × 1 2 പ്ലസ് ഈ 4 × 1 4 ഡിവൈഡഡ് ബൈ 2 × 4 അല്ലേ? 2 × 4 എത്രയാ? 8. അപ്പം നമുക്ക് എത്ര കിട്ടി? 6/8 എന്ന് കിട്ടി. ഇത് വെട്ടിച്ചെറുതാക്കാലോ. വെട്ടിച്ചെറുതാക്കിയാൽ 3, ഇവിടെ 4. നമ്മുടെ ഉത്തരം എന്താണ്? 3/4 മുക്കാൽ. ഉത്തരം ഏതാ? ഓപ്ഷൻ സി മുക്കാലാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. 10 കൂട്ടണം 1/10 കൂട്ടണം 1/100 കൂട്ടണം 1/1000. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ എന്താണ്? എല്ലതും എന്താണ്? ദശാംശ സംഖ്യകളാണ് അല്ലേ? പോയിന്റ് ഉള്ള സംഖ്യകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 1/10 എത്രയാണ്, 1/100 എത്രയാണ്, 1/1000 എത്രയാണ് എന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്ക്, 10 കൂട്ടണം, ഞാൻ കുറച്ച് ഇങ്ങനെ എഴുതാം. 10 കൂട്ടണം 1/10 നമുക്ക് എങ്ങനെ എഴുതാം? 1/10 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ആണ് ഹരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഞാൻ ഇവിടെ തന്നെ എഴുതാണെന്നുണ്ടെങ്കിൽ 1 ഈ ഒരു സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇട്ടാൽ ഈ 1 ആദ്യം അതേപോലെ എഴുതാം. 10 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേ? ഒരു സ്ഥാനം മാറ്റിയിട്ട്, ഇപ്പോൾ 1 ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. ഇപ്പോൾ പോയിന്റ് 1 കൂട്ടണം 1/100. 100നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എത്ര? 2 0 അല്ലേ? അപ്പം 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. 1 ഇവിടെ ഇടാൻ ആളില്ല, അപ്പം എന്ത് ചെയ്യും? ഒരു 0 ഇട്ടു, പോയിന്റ് 0.01. ഇനി എന്ത് ചെയ്യണം? കൂട്ടണം 1/1000. അപ്പം നമ്മൾ ആദ്യം 1 എഴുതി. ഇനി എത്ര സ്ഥാനം? 1 2 3 0 ഉള്ളത്. അപ്പം 3 സ്ഥാനം മാറ്റി ഇടണം. 1 2 3. ഇനി ഇടണോ? വേണ്ട, ഇവിടെ പോയിന്റ് ഇട്ടാൽ മതി. 0.001. അപ്പം ഇതെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടുക? കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 കൂട്ടണം 0.1 കൂട്ടണം 0.01 കൂട്ടണം 0.001 അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് 0 ഇട്ട് കൊടുക്കാം അല്ലേ? ഈ 0 ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് കൂട്ടി കഴിഞ്ഞാൽ 1 1 1 ഇവിടെ എത്ര വരും? 10. 10.111. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി അല്ലേ ഉത്തരം? സിമ്പിൾ ചോദ്യം അല്ലേ? അപ്പൊ ഇതിൽ ആകെ പഠിക്കേണ്ട എന്താ? 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1 ഇട്ടു, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 1/100 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 1 ഇട്ടു, ഇവിടെ 2 0. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ ഒരു സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനത്തിന് ആളില്ല, അപ്പൊ അവിടെ ഒരു 0 ഇട്ടു, പോയിന്റ്. മനസ്സിലായല്ലോ? ഇനി അതേമാതിരി 1/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? 1/1000 ആദ്യം 1 ഇട്ടു, 1 2 3 പൂജ്യങ്ങളാണുള്ളത്. അപ്പൊ എത്ര സ്ഥാനം വേണം? 1 2 3 സ്ഥാനങ്ങൾ വേണം. അപ്പൊ ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, എന്നിട്ടൊരു പോയിന്റ് ഇട്ടു, പോയിന്റ് 0.01. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ 2/100 എന്നാണെങ്കിൽ എന്ത് എഴുതും നമ്മള്? സെയിം അത് തന്നെ, 2 ഇട്ടു. ഇനി എന്ത് ചെയ്യണം? 1 2 2 സ്ഥാനം മാറ്റിയിട്ട് 1 2 ഇവിടെ ആളില്ല, അപ്പൊ ഇവിടെ ഒരു 0 ഇട്ടു, 0.02. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 24% കാണുന്നതിന് പകരം 24% കാണുന്നതിന് പകരം ഒരു കുട്ടി തെറ്റായി 42% കണ്ടപ്പോൾ ഉത്തരം എത്ര കിട്ടി? 504 കിട്ടി എന്നാ പറഞ്ഞേ. എങ്കിൽ ശരി ഉത്തരം എത്ര? അപ്പൊ അതായത് എത്ര കാണണം? 24% എത്രയാണ് കാണണം. അപ്പൊ ചെയ്തു നോക്കാലോ. 42% എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അത് എത്രയാ? 504 ആണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? ശരി ഉത്തരാണ്. അത് എത്ര? 24%. അത് എത്രയാണെന്നാണ് കാണേണ്ടത്. നമ്മളോട് ഇനി എങ്ങാനും സംഖ്യ ഏതാണെന്നാ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? 100% കാണേണ്ടി വന്നേനെ. നമ്മൾ ഇതിനു മുമ്പ് പഠിപ്പിച്ചതാണ് അല്ലേ? അല്ലെങ്കിൽ പഠിച്ചാണ്. 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയായിട്ട് എടുക്കാനല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യും? അതന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 504
ഗുണിക്കണം 24 ഡിവൈഡഡ് ബൈ ആരാ വരിക? ഇതേ 42%. ഇതിന് ഗുണിക്കാൻ ആളുണ്ടോ? അയാളെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ആരാണ്? ഡിവൈഡർ ബൈ 42. ഡിവൈഡർ ബൈ 42. ഇത് വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 42 × 12 ആണ് എന്താ? 504. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒന്നുകൊണ്ട് വെട്ടാം. ഇത് 504 12 ഉണ്ട്. ഇതെങ്ങനെ കിട്ടുന്നേ? 42 × 10 എത്ര? 420 ആണ്. പിന്നെന്താണ്? 42 × 2 ചെയ്ത് നോക്കുക. അതെത്ര? 84. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി 504 കിട്ടും. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് എഴുതുന്നത്? 504നെ 42 കൊണ്ട് ഹരിച്ചാൽ 12 ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഓക്കെ, ഇനി അടുത്തത്. ഇനി 12 × 24. 12 × 24 ഗുണിച്ചു നോക്കുക. എത്രയാ? 24 × 12 ചെയ്ത് നോക്കുക. എത്ര കിട്ടുക? 288 ആണ്. എന്ത്? 24 × 12. ഓക്കെ, 288 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ 288. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇത് കുറേ തവണ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതിൽ 50% പേർ മലയാളം പത്രം വായിക്കുന്നു, 40% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു, 20% പേർ 2 പത്രങ്ങളും വായിക്കുന്നു. എങ്കിൽ 2 പത്രങ്ങളും വായിക്കാത്തവർ എത്ര ശതമാനം എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? ഇതെന്ത് മെത്തേഡിൽ നമുക്ക് ചെയ്യാം? വെൻ ഡയഗ്രം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ? നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ കുറേ പറഞ്ഞ കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ. ഓക്കെ, നോക്കാം. ആദ്യമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. 50% പേര് മലയാള പത്രം വായിക്കുന്നു. അപ്പോൾ ഇത് മലയാളം പത്രമാണ്. അപ്പോൾ ഇനി അതുപോലെ 40% പേര് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു, 20% രണ്ടും വായിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ 40%, ഓക്കെ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഒരു 50% മലയാള പത്രം, 40% ഇംഗ്ലീഷ് പത്രം. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മലയാളവും ഇത് ഇംഗ്ലീഷും ആണേ. ആദ്യം നമ്മൾ ഈ 50% 40% ഒന്നും എഴുതരുത്. നമ്മൾ ആദ്യം നോക്കിയിട്ട് 2 പത്രവും വായിക്കുന്ന എത്ര പേരാ? 20% അല്ലേ? അത് ആദ്യം എഴുതുക കേട്ടോ. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് അതേപോലെ ഫോളോ ചെയ്യുക. നടുക്ക് എന്ത് ചെയ്യുക? 20%. രണ്ടും കൂടി ചെയ്യുന്നത് എത്ര പേരാ? അത് ആദ്യം നടുക്ക് എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി നോക്ക്, 50% മലയാള പത്രം. ഇത് മൊത്തത്തിൽ ഈ റൗണ്ട് മൊത്തത്തിലാണ് എന്ത്? 50% ഉള്ളത്. ഇവിടെ 20% പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 30. 50 20 കുറച്ചിട്ടുള്ള 30 മാത്രമേ ബാക്കിയുള്ളൂ. എവിടെ? സോറി, ഇത്രയും ഭാഗത്താണ് എന്ത്? 30 മാത്രമേ ബാക്കിയുള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഇതാക്കുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇവിടെ എത്ര ഭാഗത്ത് ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന എത്ര പേരുണ്ടാവും? അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? അത് തന്നെ 40 20 കുറയ്ക്കുക എത്രയാ? 20. മനസ്സിലായല്ലോ? എഴുതിയ മനസ്സിലായല്ലോ? ഒരാളും കൂടി പറയാം കേട്ടോ. ആദ്യം എന്താണ്? 50% മലയാള പത്രം, 40% ഇംഗ്ലീഷ് പത്രം. ഇത് മലയാളം പത്രം, ഇത് ഇംഗ്ലീഷ് പത്രം. ഇതിൽ 20% രണ്ടും വായിക്കുന്നുണ്ട്. രണ്ടുപേരും വായിക്കുന്നത് ആദ്യം എഴുതുക. അതിനുശേഷം 50% മലയാള പത്രം വായിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് അപ്പോൾ എത്ര പേരുണ്ടാവുള്ളൂ? ഇവിടെ 20 പോയാൽ 50, ഇവിടെ ബാക്കി 30 ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ ഇവിടെ ഇംഗ്ലീഷ് എത്ര വായിക്കുന്നുണ്ടാവും? 40 ആണെങ്കിൽ ഇവിടെ 20 പോയാൽ ബാക്കി 20 ഉണ്ടാവുള്ളൂ. നമ്മളോട് ചോദിച്ചേക്കണം എന്താ? 2 പത്രം വായിക്കാത്തവർ എത്രയാണ്? അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം 2 പത്രം വായിക്കുന്നവർ എത്രയാണെന്ന് അറിയണ്ടേ? എത്ര പേര് വായിക്കുന്നുണ്ട് പത്രങ്ങൾ? 2 പത്രം എന്നല്ല, പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയണ്ടേ? അതറിയാൻ എന്ത് ചെയ്താൽ മതി? നേരെ കൂട്ടിയാൽ മതി. 30 + 20 + 20 എത്രയാണ്? 50. 70% പേര് എന്ത് ചെയ്യുന്നുണ്ട്? പത്രം വായിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ എത്ര ഉണ്ടാവും? ടോട്ടൽ എത്ര വരാം? 100%. അതായത് ഇത് ചതുരം മൊത്തം 100%. ഈ ചതുരത്തിൽ വട്ടത്തിൻ്റെ ഉള്ളിൽ 70% ആൾക്കാരുള്ളൂ. ബാക്കി എത്ര പേരുണ്ടാവും? 100ൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 70 കുറയ്ക്കുക. 30% ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? ഒന്നും വായിക്കുന്നില്ല. 2 പത്രങ്ങളും വായിക്കുന്നില്ല. അപ്പോൾ ഉത്തരം എന്താ? ഓപ്ഷൻ ബി 30%. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഒരു കച്ചവടക്കാരൻ താൻ സാധനം വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 1 കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 960 ഗ്രാം തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു. അയാളുടെ ലാഭശതമാനം എത്രയാണ്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ 1 കിലോഗ്രാം തൂക്കക്കട്ടി ഉണ്ടല്ലോ, അത് എത്ര ഗ്രാമാ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാം അല്ലേ? 1000 ഗ്രാം അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? 960 ഗ്രാം തൂക്കക്കട്ടിയാണ് അയാൾ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അയാളുടെ ലാഭം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആയിരിക്കും? എത്രയായിരിക്കും? 1000 കുറയ്ക്കണം 960 അല്ലേ? അതല്ലേ അയാളുടെ ലാഭം എന്ന് പറയുന്നത്? എത്രയാ? 40 അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? 40 ഗ്രാമാണ് അപ്പോൾ അയാളുടെ ലാഭം. അപ്പോൾ അയാൾക്ക് ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇക്വേഷൻ? എന്താ? ലാഭം
ബൈ വാങ്ങിയ വില, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം 960. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതാലോ, ലാഭം എത്രയാണ് 40 ഡിവൈഡർ ബൈ എത്രയാണ് അയാൾ കൊടുക്കണ എത്ര 960 ഗ്രാമേ കൊടുക്കണുള്ളൂ. അതാണ് നമ്മുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയാ 960. അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന തൂക്കക്കട്ടി ഏതാ നോക്കുക, 960 ഗ്രാമ. അപ്പോൾ അത് എഴുതുക. ഗുണിക്കണം, ശതമാനത്തിലേക്ക് ആക്കാൻ ആരെ കൊണ്ട് ഗുണിക്കണം, 100 കൊണ്ട് ഗുണിക്കണം. ഇനി നമുക്ക് ഈ 0 ഒന്ന് വെട്ടിക്കളയാലോ. ഇനി എന്ത് ചെയ്യാം, 4/96. 4നെ തന്നെ വെട്ടാം അല്ലേ, 4നെ കൊണ്ട് വെട്ടിയാൽ ഇവിടെ ഒരു 4, 96നെ വെട്ടിയാൽ എത്ര കിട്ടുക, 24 ആയിട്ട് കിട്ടില്ലേ. 24 × 4 അല്ലേ 96. അപ്പോൾ 1/24 × 100 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതായത് 100/24 ആണ് ഉത്തരം എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉത്തരങ്ങളൊക്കെ എന്തിലാ തന്നേക്കണേ, മിശ്രഭിന്നങ്ങളായിട്ടാണ് തന്നേക്കണേ. അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ, ഹരിച്ചു നോക്കിയിട്ട് ചെയ്യാൻ അറിയാലോ. 100 ഹരിക്കണം 24 ചെയ്താൽ എത്രയാ, 4 ആണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, 4 24 96 ശിഷ്ടം 4. ഇനി ഓപ്ഷനിലൊന്ന് നോക്കിക്കേ, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഓപ്ഷനിലൊന്ന് നോക്കിക്കേ. ഇതേ 4 ഉത്തരം ഏതാന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനി അല്ല എങ്കിലും നമുക്കിത് എഴുതാം. എങ്ങനെ മിശ്രഭിന്നായിട്ട് എഴുതാം, എങ്ങനെയാ, ഇതേ ഹരണഫലം അതൊരു പൂർണ്ണസംഖ്യയായിട്ട് എഴുതി. അതിനുശേഷം ഇനി നമുക്ക് ആരെയാ വേണ്ടത്, ഭിന്നസംഖ്യയാണ് വേണ്ടത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഇനി ബാക്കി ദേ ശിഷ്ടം അതെന്തായിട്ട് വരും, അംശമായിട്ട് വരും. ഡിവൈഡഡ് ബൈ ആരാണ്, നമ്മൾ ഹരിച്ച സംഖ്യ ഏതാ, 24. ഇനി നോക്കുമ്പോൾ 4 24 വെട്ടാം അല്ലേ, അതെന്താണ് ഒരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ 4 24 നമുക്ക് വെട്ടാം. 4 24 വെട്ടിയാൽ 4 കൊണ്ട് വെട്ടുകയാണെങ്കിൽ ഒരു 4 4, 24 വെട്ടിയാൽ 6. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായി, 4/1/6% എന്ന് കിട്ടും. ഉത്തരം എത്രയാ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ, ഇതിനൊന്നും നിൽക്കണ്ട. ഇവിടെ 4 കിട്ടിയിട്ട് ഓപ്ഷൻ നോക്കുക. അപ്പോൾ 4 എന്ന് തുടങ്ങണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതിയിട്ട് പോവാ കേട്ടോ, ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ആ ഒരു സെക്കൻഡ് ലാഭിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 40 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്ത്? ചോദ്യം വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. പക്ഷേ അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഡിഗ്രി ലെവലിന് ചോദിച്ചാലും 10th ലെവലിന് ചോദിച്ചാലും ഈ ചോദ്യം അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എന്താ മധ്യാനുപാതം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കാൻ പറ്റില്ല. മധ്യാനുപാതം കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ഇത് എയും ബിയും 2 സംഖ്യകളാണെങ്കിൽ അതിൻ്റെ മധ്യാനുപാതം എന്ന് പറയുന്നത് എന്തായിരിക്കും, √AB ആയിരിക്കും. അപ്പോൾ നമ്മുടെ സംഖ്യകൾ 40ഉം 10ഉം 2 സംഖ്യകളാണ്. മധ്യാനുപാതമാണ് നമ്മളോട് ചോദിച്ചേക്കണേ. എന്ത് ചെയ്താൽ മതി, √40 × 10 എത്രയാ, √400. 400 എത്രയാ, √400 എത്രയാ, 20ന്റെ സ്ക്വയർ ആണ് 400 അല്ലേ. അപ്പോൾ 400ന്റെ റൂട്ട് എത്രയാ, 20. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 4 25 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും, 4 ഗുണിക്കണം 25 അല്ലേ, റൂട്ട് എടുക്കുക. എത്രയാ, 100 ആണ്, √100. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും, 10. മനസ്സിലാവുന്നുണ്ടല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. ഒരു പെട്ടിയിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. അവ തമ്മിലുള്ള അംശബന്ധം 3:4:6 ആയാൽ 325 രൂപയിൽ എത്ര 25 പൈസ നാണയങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. കോയിൻസിന്റെ കണക്കാണ്. വളരെ സിമ്പിൾ സാധനം, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. അത് വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോ പ്രകാരം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. 3:4:6. ഇതെത്രയാ, 1 രൂപ 50 പൈസ, ഇനി എത്ര 25 പൈസ. ഇതെന്ത് ചെയ്യാന്നറിയാം, ആദ്യം ഇതിനൊക്കെ കറക്റ്റായിട്ട് രൂപയാക്കി മാറ്റുക. ഇപ്പോൾ 3 എന്താണ് 1 ഉറുപ്പ്യാണ്, അപ്പോൾ അത് എത്ര ഉറുപ്പ്യാണ്, 3 ഉറുപ്പ്യാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് അതേപോലെ ഈ 4 പൈസ കോയിൻ ഉണ്ട്. 4 പൈസ എന്ന് പറഞ്ഞാൽ എത്രയാ, 4 പൈസ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, 2 പൈസ 1 ഉറുപ്പ്യായി. അപ്പോൾ 4 ഉണ്ടെങ്കിൽ എത്രയായി, 2 ഉറുപ്പ്യായി, 2 ഉറുപ്പ്യ. അതേമാതിരി ഇവിടെ 6 25 പൈസ കോയിൻ ഉണ്ട്. അതിന് എത്ര എണ്ണം പറയാൻ പറ്റും, 25 പൈസ എത്ര എണ്ണം വേണം, 4 വേണം 1 ഉറുപ്പ്യ ആവാൻ. അപ്പോൾ എത്ര വേണ്ടി വരും, എത്ര ഉത്തരം വരിക, 1.5 ഉറുപ്പ്യ അല്ലേ. 1.5 തന്നെയല്ലേ. നോക്ക്, 6 ആണ്, 25 പൈസ 50 പൈസ. അതേമാതിരി ബാക്കി 4 എണ്ണം, അപ്പോൾ 1 ഉറുപ്പ്യ. 1 ഉറുപ്പ്യ 50 പൈസ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഉറുപ്പ്യ. അറിയാലോ, 1.5 രൂപ. അപ്പോൾ ഇത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം തമ്മിൽ കൂട്ടുക. അപ്പം മൊത്തം എത്ര ഉറുപ്പ്യ ഉണ്ടാവും, 3ഉം 2ഉം 5, 5ഉം 1.5യും 6.5 ഉറുപ്പ്യ എന്നുണ്ടാവും. 6.5
രൂപയായിരിക്കും എന്തുണ്ടാവുക നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ ആണല്ലോ? ആദ്യം ഇത് കണ്ടുപിടിക്കുക. ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ കറക്റ്റ് വാല്യൂ എത്രയാണ് നോക്കുക. അപ്പോൾ അതവിടെ എത്ര 3 കൂട്ടണം ഈ 2 കൂട്ടണം 1.5 വന്നു, അത് എത്രയാണ് 6.5 നമുക്ക് കിട്ടി. അതാദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എത്ര ഉറുപ്പ്യുണ്ട്? 325 ആകെ തുക അല്ലേ? ആ 325 എന്ത് ചെയ്യുക, ഈ 6.5 കൊണ്ട് ഹരിക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ 325 എന്ത് ചെയ്യുക, ഈ 6.5 കൊണ്ട് ഹരിക്കാം. തീർന്നില്ല. നമുക്ക് ആരെ വേണ്ടത്? 25 പൈസയല്ലേ? അതിൻ്റെ റേഷ്യോ എത്രയാ? 25 പൈസേൻ്റെ റേഷ്യോ എത്രയാ? 6. എന്നിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഗുണിച്ചാൽ മതി, നമുക്ക് ഉത്തരമായി. ഇനിയിപ്പോൾ നമുക്ക് 1 ഉറുപ്പ്യയുടെയാണ് വേണ്ടത് വെച്ചാൽ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി 50 പൈസേൻ്റെ പോയിന്റ് എണ്ണാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി, 4 കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടി ചെറുതാക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകണം എന്താ വിചാരിച്ചാൽ, ഈ 6.5യുടെ പ്രത്യേകത എന്താ, ഈ 6 325 തമ്മിലുള്ള പ്രത്യേകത എന്താ, ഈ 6.5 എന്നല്ലാതെ ഇത് 65 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 65 × 5 എന്ത് 325. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കണക്കിന് അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട്. നോക്ക്, 65 × 5 325. അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ശീലമാവണം. അപ്പോൾ ഈ 6.5 എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യാണ് 650 എന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 650ൻ്റെ പകുതിയാണ് 325. എനിക്ക് പെട്ടെന്ന് അത് കിട്ടി. 650ൻ്റെ പകുതിയാണ് 325. അപ്പോൾ 65 × 5 ആയിരിക്കും എന്ത് 325. അത് ഇപ്പോൾ 6.5 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞു വെച്ചാൽ എന്ത് ചെയ്താൽ മതി, 325 / 6.5 പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര ആയിരിക്കും, 50 ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ആ സംഖ്യ ഞാൻ എടുത്തെഴുതാണ് 325 / 6 × 6 ഉണ്ട് ഡിവൈഡർ ബൈ 6.5 അല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്യും 65 എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് അല്ലേ താഴത്ത്, അതിനെ കൊണ്ട് ഞാൻ മേലെ ഗുണിക്കും. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ മേലെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 10 കൊണ്ട് ഗുണിക്കണം. ഒരു 0 ഉള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഇത് നമ്മൾ കുറേ മുന്നത്തെ ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലേ. 6.5 എന്ത് ചെയ്തു, ഒരു സംഖ്യേൻ്റെ അതായത് 325 / 6.5 വന്നപ്പോൾ നമ്മൾ അതിനെന്താക്കി 325 / 65 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു, ഈ പോയിന്റ് ആണ് അതവിടെ വന്ന് താഴെ വന്ന് എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് വന്നത്, ഒരു സ്ഥാനം മാറ്റിയിട്ടാ. അപ്പൊ താഴെ പോയിന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, മേലെ ഒരു 0 ഉള്ളതിനെ കൊണ്ട് ഗുണിക്കുന്നു. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ചെയ്താൽ എത്ര കിട്ടുക, 325 / 65 വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 5 എന്ന് കിട്ടും. 5 × 6 6 × 30 അല്ലേ. 30 × 10 എത്രയാ, 300 നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ പല രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ എങ്കിൽ അടുത്ത ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ പാർട്ടാണ്. ഈ പാർട്ട് മറക്കരുത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, എത്രയാണ് മൊത്തം അതിനെ നമ്മൾ ആ സംഖ്യ കൊണ്ട് ഹരിച്ചതിന് ശേഷം നമുക്ക് ഏത് റേഷ്യോ വേണ്ടത്, ഇപ്പോൾ 6 ഇവിടെ വേണ്ടത്, അതായത് 25 പൈസ വേണ്ടതെന്നുള്ളതുകൊണ്ട് 6 കൊണ്ട് ഗുണിച്ചു. ഇനി 4 വേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഗുണിക്കുക. 50 പൈസയാണ് വേണ്ടത് വെച്ചാൽ 4 കൊണ്ട് ഗുണിക്കുക. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ. ഹരിക്കാനും ഗുണിക്കാനും പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 2 സംഖ്യകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. ഈ 2 സംഖ്യകളോടും 7 കൂട്ടിയാൽ, ചോദ്യം ശ്രദ്ധിക്കണം, ഈ 2 സംഖ്യകളോടും 7 കൂട്ടിയാൽ അംശബന്ധം 3:5 ആകുമെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏത്? നമ്മൾ ഇതിനു മുമ്പ് ഏജിൻ്റെ പ്രോബ്ലം പഠിച്ചപ്പോൾ ഇതേ മോഡലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏജിൻ്റെ പ്രോബ്ലം ഏജ് ആണ്, അംശബന്ധമാണെന്നൊന്നും നോക്കണ്ട. രണ്ടും ഒരേ സാധനം. തന്നേക്കുന്നത് 1:2 ആയിരുന്നു അംശബന്ധം. ഇതിനെ 2നോട് ആരെ കൂട്ടിയത്, 7 കൂട്ടിയത്. അപ്പം കിട്ടിയ അംശബന്ധം എത്രയാ, 3:5 ആണ്. എങ്കിൽ എന്താണ് ചോദിച്ചേക്കണേ, അതിലെ വലിയ സംഖ്യ ഏതാണെന്നാ. അപ്പം ഏതാണ് 2 സംഖ്യകൾ, ഈ 1:2 അല്ലേ. അപ്പം അതിലത്തെ വലിയ സംഖ്യ ഏതാ, ഈ 2. ഇത് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. കണ്ടുപിടിക്കാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഇത്. എങ്ങനെ ചെയ്യാം? അപ്പം ഇത് ചെയ്യേണ്ടത് ഒരാൾ കൂടി ഞാൻ പറയാം. ഇത്ര എഴുതിയത് ഞാനൊന്ന് പറയാം. ആദ്യം നമ്മൾ ഇത് ചെയ്യാത്ത അറിയാത്തവർ നോക്കുക. എന്ത് ചെയ്യാം, ആദ്യം പറഞ്ഞേക്കണത് 1:2 ആണ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണ്ട, ഈ 1നോടും ഈ 2നോടും ആരെ കൂട്ടുന്നുണ്ട്, 7 കൂട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ, 7 കൂട്ടുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്, 7 കൂട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് പറയുന്നത് എന്താ, അംശബന്ധം, പുതിയ അംശബന്ധം എത്ര വരണത്, 3:5 ആണ് പുതിയ അംശബന്ധം.
ഇത്രയും പറയുന്നത് എഴുതിയത് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ എഴുതണേ, മാറ്റരുതേ, തെറ്റരുതേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വലിയ സംഖ്യ. അപ്പൊ ഇതിലുള്ള വലിയ സംഖ്യ ഏതാ? 2 ആയിരിക്കുമല്ലോ വലിയ സംഖ്യ, 2 ആയിരിക്കുമല്ലോ വലിയ സംഖ്യ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ വലിയ സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്യാം? ആ 2 എടുത്ത് എഴുതി. 2 ഇൻറ്റു നമുക്ക് വേണ്ട സംഖ്യ ഇൻറ്റു ഇതാകുന്ന എത്ര വർഷം, അതായത് ഏജിന്റെ കേസിൽ വർഷം, ഇവിടെ എന്താ 7 കൂട്ടിയത്, അപ്പോൾ 7 ഗുണിക്കണം. നമുക്ക് ഇതാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതിന്റെ വ്യത്യാസം, ഈ 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3 5 3 കുറച്ച് എത്രയാ? 2. മനസ്സിലായല്ലോ? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ക്രോസ് ഗുണിക്കുന്നു. പഠിച്ചതാണ്, ക്രോസ് ഗുണിക്കുന്നു. എത്രയാ? 1 × 5 5, 3 × 2 6. എന്ത് ചെയ്യണം? ഇതിന്റെ വ്യത്യാസമാണ് എടുക്കേണ്ടത്. ക്രോസ് ഗുണിച്ചതിന്റെ വ്യത്യാസമാണ് എടുക്കേണ്ടത്. അപ്പൊ പറ, 2 × 7 × 2 എത്രയാ? 2 × 7 14 × 2 28. ഡിവൈഡഡ് ബൈ 5 - 6. അത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് മൈൻഡ് ആക്കണ്ട, അതിന്റെ വ്യത്യാസം മാത്രം എടുത്താൽ മതി. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 മൈനസ് ആണോ പ്ലസ് ആണോ നോക്കണ്ട, അതിന്റെ വ്യത്യാസം എടുത്താൽ മതി 1. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര? 28/1 28. ഏജിന്റെ സെയിം പ്രോബ്ലം അല്ലേ? ആ കേസിൽ വരുന്ന എന്താ? ഇതാണ് ശരിക്കുള്ള പ്രോബ്ലം കേട്ടോ. നമ്മളത് ഏജിൽ ഉപയോഗിക്കാന്നേ ഉള്ളൂ. രണ്ടിടത്തും ഈ 7 തുല്യമായിട്ട് കൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഒരു തവണ കൂടി ഞാനിത് പറയാം, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ റേഷ്യോ എടുത്തെഴുതി 1:2. ഇനി നമുക്ക് എന്താണ് വ്യത്യാസം? എത്ര വരുന്നത്? 7 2ലും കൂട്ടുന്നത്. പുതിയ അംശബന്ധം എത്രയായിരിക്കും? 3:5 ആയിരിക്കും. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് ആരാ? ഈ 2നെയാണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ഗുണിക്കണം. നമുക്ക് എത്ര കൂട്ടേണ്ടത്? 7 അല്ലേ? 7 ഗുണിക്കണം. ഇനി നമുക്ക് ഇവിടെ 2 വേണ്ടതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള അതിന്റെ വ്യത്യാസം 3 കുറയ്ക്കണം 5 2. ഈ 2 ഏതാണ്? ഈ 3 കുറയ്ക്കണം 5 ആണ്, മറക്കരുത്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ക്രോസ് ഗുണിക്കണം. ക്രോസ് ഗുണിച്ചാൽ 5 - 6 എന്ന് കിട്ടും. 3 × 2 6. അപ്പൊ 5 - 6 എന്ന് കിട്ടി. നമ്മൾ ചെയ്യാൻ 28 ഡിവൈഡഡ് ബൈ 5 - 6 പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? മൈനസോ പ്ലസ്സോ അവിടെ നോക്കണ്ട. എന്താ പറഞ്ഞത്? മൈനസോ പ്ലസ്സോ അവിടെ നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ എത്ര കിട്ടണം അത് മാത്രം എഴുതിയാൽ മതി. നമുക്ക് എന്ത് കിട്ടി? 28/1 കിട്ടി. അത് എത്രയാ? 28. മനസ്സിലായല്ലോ? നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി 28. സിമ്പിൾ ചോദ്യം അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു വിമാനം 600 കിലോമീറ്റർ ദൂരം 20 മിനിറ്റ് കൊണ്ട് പറന്നാൽ വിമാനത്തിന്റെ വേഗത km/h എത്ര? km/h പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലെ? കിലോമീറ്റർ/മണിക്കൂറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. വേഗതയാണ് കാണേണ്ടത്. നമുക്കറിയാം വേഗതയാണ് കാണേണ്ടതെന്ന് അറിയാം. നമ്മൾ പഠിച്ചാണ്, പറഞ്ഞു മടുത്താണ്. എന്നാലും ഞാൻ പറയൂ കേട്ടോ, നിങ്ങളിത് മറക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയും. എങ്ങനെ? DST. ഡി എന്താ? ഡിസ്റ്റൻസ്. എസ് എന്താ? സ്പീഡ്. ടി എന്താ? ടൈം. നമുക്ക് വേണ്ടത് ആരാ? സ്പീഡാണ്. നമുക്കപ്പോൾ ആരൊക്കെ അറിയാം? ഡി ഉണ്ട് ഇവിടെ. ബൈ ടി. ഡി ഹരിക്കണം ടി. ഡി എന്താ? ദൂരം. ഡിസ്റ്റൻസ് ദൂരം. ഡിവൈഡഡ് ബൈ ടി എന്താ? സമയം. അല്ലേ? ഇനിയെങ്കിൽ പറ, ദൂരം എത്രയാ? 600 ആണല്ലോ ദൂരം. 600 ഡിവൈഡഡ് ബൈ എന്താണ്? സമയം എത്രയാ? 20 ആണല്ലോ. സമയം 20 ആണല്ലോ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഇവിടെ എന്താ പ്രശ്നം? 20 മിനിറ്റിലാണ് വിമാനത്തിന്റെ ദൂരം, സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് കിലോമീറ്ററിലാ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെ എന്ത് ചെയ്യണം? മണിക്കൂറിലേക്ക് മാറ്റണം. വേണ്ടേ? മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതാണല്ലോ. എന്താ ചെയ്യേണ്ടത്? 60 കൊണ്ട് ഹരിക്കണം. കാരണം എന്താ? 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 20നെ 60 കൊണ്ട് ഹരിക്കുന്നു. അതായത് 600 ഹരിക്കണം 20/60 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? തിരിച്ചിട്ട് ഗുണിക്കുന്നു. ഗുണിക്കണം 60/20
ചെയ്താൽ ഇതും വെട്ടാലോ, നേരെ അങ്ങ് വെട്ടാം അല്ലെ. ഈ 0 0 വെട്ടി ഇതും വെട്ടി. എത്രയാ? 3. 3 × 600 36 18 1800 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചെയ്തത് മനസ്സിലായല്ലോ. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തന്നെ എവിടെ വരുള്ളൂ? ഇതാ ഇവിടെ 600/20/60 ഓക്കെ ആയി. ഇനി എന്ത് ചെയ്യുന്നു? ഇത് 600/20/60 വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു സംഖ്യേനെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാറുണ്ട്. എന്താണ്? തിരിച്ചിട്ട് ഗുണിക്കുന്നു. 60/20. ഈ 0 വെട്ടിപ്പോയി, ഈ 2 ഈ 6 വെട്ടിപ്പോയി, 3. അപ്പോൾ നമ്മുടെ ഉത്തരം 1800 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, നമ്മുടെ ഉത്തരം 1800 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും സി അത് 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ 3 പേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്ന് വെച്ചേക്കണേ. ഒരു ജോലി ആരാണ്? 3 പേരും കൂടി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എന്നാ പറഞ്ഞേക്കണേ. ഇത് നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ടും പഠിക്കാം, ലസാഗു എൽസിയം മെത്തേഡ് വെച്ചിട്ടും പഠിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇക്വേഷൻ മാത്രം പഠിക്കുന്നത് എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇനി എന്തായിരിക്കും? എക്സ് സെഡ്. സിമ്പിൾ ഇക്വേഷൻ ആണല്ലോ. എന്താണ് ഇക്വേഷൻ? എക്സ് വൈ സെഡ് ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ്. എക്സ് വൈ സെഡ്, എക്സ് എന്താ? ദേ ഈ എ എടുക്കുന്ന ജോലി ആദ്യത്തെ എത്ര ദിവസം കൊണ്ട് തീർക്കും? അതാണ് എക്സ്. ഓക്കെ ആണല്ലോ. അതെത്രയാ? 10 ഗുണിക്കണം. ഇനി എന്താ പറഞ്ഞേക്കണേ? വൈ എന്താ? ഇതാ രണ്ടാമത്തെ ആളെടുക്കുന്നത് എത്ര ദിവസം കൊണ്ടാ? 15 ദിവസം കൊണ്ട് ഗുണിക്കണം. സെഡ് എന്താ? മൂന്നാമത്തെ ആളെടുക്കണം എത്രയാ? 30 ഡിവൈഡഡ് ബൈ എക്സ് വൈ. എക്സ് 10 ആണ്, വൈ 15 ആണ്. അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 10 × 15 കൂട്ടണം. ഇനി വൈ സെഡ് 15 × 30 കൂട്ടണം. ഇനി എന്ത് ചെയ്യണം? 10 × 30 എക്സ് സെഡ് അല്ലെ? 10 × 30. ഇത് ചെയ്താൽ എത്ര കിട്ടുക? ഞാൻ മേലത്തെ അതേപോലെ എഴുതുക. 10 × 15 × 30 അതേപോലെ എഴുതിയതിന് ശേഷം താഴെ 10 × 15 150 കൂട്ടണം. 15 × 30 450 അല്ലേ? 450 പ്ലസ് ഇനി എന്ത് ചെയ്യണം? 10 × 30 300. ഇനി ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇത് അതേപോലെ തന്നെ എഴുതി. 10 × 15 × 30 അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 900 അല്ലേ? 900 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 0 വെട്ടി, ഈ 0 വെട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ 3നെയും ഈ 9നെയും വെട്ടിയാൽ 3 താഴെ കിട്ടി. 15/3. നമ്മുടെ ഉത്തരം എത്രയാണ്? 5 ദിവസം. നമുക്ക് എന്ത് ചെയ്യാം? 3 പേരും കൂടി ആ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ആകെ എന്തിൻ്റെ ആവശ്യം വന്നുള്ളൂ? എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്നുള്ള ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ വന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൽസിയം മെത്തേഡ് വെച്ചിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ ഇനി എൽസിയം മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പോകണം. എൽസിയം മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എൽസിയം കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് എഴുതും? എ ബി സി 3 ആൾക്കാരാണുള്ളത് അല്ലേ? എ ബി സി എന്ന് എഴുതുക. എന്നിട്ട് എന്ത്? എ എത്ര ദിവസം കൊണ്ടാ? 10 ദിവസം കൊണ്ടല്ലേ? ബി എത്ര ദിവസം കൊണ്ടാ? 15 ദിവസം കൊണ്ടാ? സി എത്ര ദിവസം കൊണ്ടാ? 30 ദിവസം കൊണ്ടാ? അത് അതേപോലെ എഴുതാം. എന്നിട്ട് ഈ 10 15 30 ഇതിൻ്റെ എൽസിയം കാണാം. എത്രയാ? 10 15 30ൻ്റെ എൽസിയം. 10 15 30ൻ്റെ എൽസിയം ഇതിൽ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ നോക്കുക. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാ. വലിയ സംഖ്യ ഏതാ കൂട്ടത്തിൽ? 30 അല്ലേ? 30 അല്ലേ വലുത്? 10 15 30 ആണെങ്കിൽ വലുത് 30 ആണ്. ഈ 30നെ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ആ ചെറിയ 2 സംഖ്യകളെ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇപ്പോൾ 30നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 30നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ എന്താണ് നമ്മുടെ എൽസിയം? എത്രയായിരിക്കും? 30 തന്നെ ആയിരിക്കും. ഇനി വേണ്ടവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എൽസിയം നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അതേപോലെ എഴുതാം. എന്നിട്ട് ഈ 30നെ ഈ 10 കൊണ്ട് ഹരിക്കുക. എന്ത് ചെയ്യണം? ഈ 30 എൽസിയമിന് എന്ത് ചെയ്യാം? ഈ നമ്മൾ ആദ്യത്തെ 10 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടുക? 3. അത് അതിൻ്റെ നേരെ താഴെ എഴുതി. ഈ കിട്ടിയതാണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മുടെ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ കിട്ടിയേക്കണാണ്. എന്ത് ചെയ്തു? എൽസിയമിനെ എത്ര ദിവസം കൊണ്ടാണ് തീർക്കുക? 10 ദിവസം കൊണ്ടല്ലേ? അതുകൊണ്ട് ഹരിച്ചാൽ അത് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യുക? അപ്പോൾ അതേപോലെ ഈ 30ന് എന്ത് ചെയ്യുക? ഈ 15 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 30/15 2. ഈ 30ന് എന്ത് ചെയ്യുക? ഈ 30 കൊണ്ട് ഹരിക്കുക. എത്ര അപ്പോൾ കിട്ടും? 1. 30/30 1. ഓക്കെ ആണല്ലോ?
ഇനി എന്താ വേണ്ടത്? 3 പേരും ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ, ചേർന്നല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇത് 3 അങ്ങ് കൂട്ടുക. 3 + 2 + 1 ചെയ്യുക. എത്ര കിട്ടുക? 3 × 2 5, 5 × 1 6 കിട്ടിയല്ലോ. ആ കിട്ടിയേക്കുന്ന 6നെ എന്ത് ചെയ്യുക? ഈ LCM കൊണ്ട് ഹരിച്ചാൽ മതി. സോറി, ആ LCMനെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം 30/6 എത്രയായിരിക്കും ഉത്തരം? 5 ദിവസങ്ങൾ. ഓക്കെ ആണല്ലോ. ഒരു തവണ കൂടി പറയാം കേട്ടോ, ഒരു തവണ കൂടി പറയാം. എങ്ങനെയാണ്? ഇത്രയും പറഞ്ഞ മനസ്സിലല്ലോ. അത് ABC എന്ന് എഴുതി, എന്നിട്ട് നമ്മൾ എന്ത് എഴുതി? A 10 ദിവസം കൊണ്ട്, B 15 ദിവസം കൊണ്ട്, C എന്താണ്? 30 ദിവസം കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ ഇതിൻ്റെ എന്ത് ചെയ്തു? LCM എടുത്തു. LCM എത്രയാ? 30 ഉം 15 ഉം 10 ആകുമ്പോൾ LCM 30 തന്നെ. ഈ 30നെ ഇനി എന്ത് ചെയ്യും? ഈ 10 കൊണ്ട് ഹരിച്ചു. അപ്പം എത്ര കിട്ടി? 3 എന്ന് കിട്ടി അതിൻ്റെ എഫിഷ്യൻസി. 30നെ 15 കൊണ്ട് ഹരിച്ചു, 2 കിട്ടി എഫിഷ്യൻസി. 30നെ 30 കൊണ്ട് തന്നെ ഹരിച്ചു, 1 കിട്ടി എഫിഷ്യൻസി. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഇനി ഒന്നും ചെയ്യാനില്ല. എന്താ? 3 പേരും ചേർന്നാണ് ചെയ്യുന്നത്. അപ്പം ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം. 3 + 2 + 1 6. ആ 30നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം 5 എന്ന് കിട്ടി. ഇതാണ്, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ ആണല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഈ മെത്തേഡ് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് സിമ്പിൾ കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നല്ലൊരു ചോദ്യമാണ്. ഒരു കുട്ടി 10 സംഖ്യകളുടെ ശരാശരി എടുത്തപ്പോൾ 79 കിട്ടി. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ 47 പകരം 97 എന്നും 82 പകരം 32 എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? ഈ ചോദ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ 10 × 79 ചെയ്യുന്നു, പിന്നെ എന്താ തെറ്റിയെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോകുന്നേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. 10 സംഖ്യകളുടെ ശരാശരി എടുത്തപ്പോൾ 79 കിട്ടി. ശരാശരി എത്ര കിട്ടിയേ? 79. ഇനി എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ചപ്പോൾ എന്ത് മനസ്സിലായി? 47 പകരം 97 എടുത്തത്. 47 ഒരാ കുട്ടി എന്താ എടുത്തത്? 97 എടുത്തത്. അപ്പോൾ ഒരു 50 അറിയാതെ കൂടിപ്പോയായിരുന്നു അല്ലേ? 47 97 തമ്മിലുള്ള വ്യത്യാസം 50 അറിയാതെ കൂടിപ്പോയായിരുന്നു. അതേ സ്ഥാനത്ത് ആ കുട്ടി എഴുതുന്നുണ്ട് 82 പകരം 32 എന്ന് എഴുതിയിട്ടുണ്ട്. 82 പകരം എന്ത് എഴുതിയിട്ടുണ്ട്? 32 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര വ്യത്യാസം വന്നേക്കുന്നത്? -50. 82 പകരം 30 എഴുതിക്കണേ, 50 കുറച്ചു എഴുതിയത് അല്ലേ? പറയണ മനസ്സിലായോ? അല്ലേ? ഇവിടെ 50 കുറച്ചുമാണ് എഴുതിയത്. അപ്പം എന്താണ് പ്രശ്നം? ഇവിടെ ഒരു +50 ഉണ്ട്, ഇവിടെ ഒരു -50 ഉണ്ട്. അതായത് തെറ്റ് പറ്റിയേക്കണത് സെയിമാ. 50 ഒരു സ്ഥലത്ത് 50 കൂട്ടി എഴുതി, ഒരു സ്ഥലത്ത് 50 കുറച്ചു എഴുതി. സംഖ്യകളാണല്ലോ, 50 കൂട്ടിയും കുറച്ച് എഴുതി കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക? അതിൻ്റെ മൊത്തത്തിൽ കൂട്ടി എന്താവും? 0 ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യാസങ്ങൾ എന്താണ്? അവിടെ ഇല്ല. ആ വ്യത്യാസം എന്ന് പറയുന്നത് മൊത്തത്തിൽ 0 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 79നോട് ഇനി ആരെ കൂട്ടണം? 79നോട് എന്ത് ചെയ്യണം? ഒരു +50 ഒരു -50 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പോലും ചെയ്യേണ്ട. എന്താണ്? 79 + 0 ആണ് വരിക. അപ്പോൾ നമ്മുടെ ഉത്തരം തന്നെ ആയിരിക്കും 79 തന്നെ ആയിരിക്കും. അതായത് ഇവിടെ വ്യത്യാസമില്ല, അതാണ്. അതായത് 50 ഇവിടെ കൂട്ടി എഴുതിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അയാൾ കുറച്ച് 50 എഴുതിയിരിക്കണ്. ഇപ്പൊ മറച്ച് ഇവിടെ എന്താണ് 42 എന്നൊക്കെ എഴുതിയെന്ന് വെച്ചാൽ ഇവിടെ എത്രയായി? -40 വരുള്ളൂ. അപ്പോൾ ഒരു 10 കൂട്ടിയിട്ട് 10 ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇവിടെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതേ വ്യത്യാസം തന്നെയാണ് രണ്ടോടത്ത് നിന്നത്. വ്യത്യാസം ഒരു സ്ഥലത്ത് 50 കൂട്ടിയപ്പോൾ ഒരു സ്ഥലത്ത് 50 കുറച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എന്ത് വരില്ല? തുകയിൽ എന്ത് വരില്ല? മാറ്റം വരില്ല. അപ്പോൾ ഉത്തരത്തിലും മാറ്റം വരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യ ഏത്? ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, അതുപോലെ സമാന്തര ശ്രേണികൾ, ഇവയുടെയൊക്കെ ശരാശരി എന്ന് പറയുന്നത് ആരായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യയായിരിക്കും. ഇപ്പോൾ ഇവിടെ 6 ഒറ്റ സംഖ്യയാണ് വെച്ചാൽ 1 2 3 4 5 6. ഇതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും 40. ഇതിൻ്റെ നടുക്കത് ഇവിടെയാണ് എന്ത് 40 ഉണ്ടാവുക എന്ന്. അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ 40 ആണെന്നുണ്ടെങ്കിൽ എന്താ ചോദ്യം? വലിയ സംഖ്യ ഏത് എന്നാ? അപ്പോൾ ഇത് 41 ആയിരിക്കും, ഇത് 39 ആയിരിക്കും. അറിയാലോ, ഒറ്റ സംഖ്യ ചോദിച്ചേക്കണത്. ഇത് 43, ഇത് 45. നമ്മൾക്ക് വേണ്ടത് വലിയ സംഖ്യ 45 ഉത്തരം. ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 37, 35. ചെറിയ സംഖ്യയാണ് ചോദിച്ചാൽ 35. ഇനി ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. ഇതിനെക്കാളുള്ള സ്പീഡിലൊരു സാധനം ഉണ്ട്. ഇതേ ചോദ്യത്തിൽ ഒറ്റ സംഖ്യകളാണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ്.
ഒറ്റ സംഖ്യകളാണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ്. എന്നിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി, എന്ത് ആവറേജും തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, 6 എണ്ണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, ശരാശരി 40 കൂട്ടണം എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും വലിയ സംഖ്യയാണ് പറയണത്. ശരാശരി 40 കൂട്ടണം എന്ത് ചെയ്യുക, എത്ര ഒറ്റ സംഖ്യകളാ, 6 അല്ലേ, അതിൽ നിന്ന് 1 കുറച്ചത് 6 - 1 എത്രയാ, 5. 45 ആയിരിക്കും വലിയ സംഖ്യ. അതേപോലെ തന്നെ 40 കുറയ്ക്കണം ഈ 5, അതായത് 6 - 1 കുറച്ച് കഴിഞ്ഞാൽ ആ 45 പോയാലും 35, അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. വളരെ സിമ്പിളാണ്. അത് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക, ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ ആകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് അതിനെക്കാട്ടും ഷോർട്ട് കട്ട്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, അത്ര സ്പീഡൊന്നും ആവണമെന്നില്ല. PSCയെ സംബന്ധിച്ചിടത്തോളം അത്ര സ്പീഡൊന്നും ആവണമെന്നില്ല. ഈ ഒരു സ്പീഡ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ ഒരു സമയമൊക്കെ PSC തരുന്നുണ്ട് അല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ സാധനം വേണേൽ പഠിച്ചു വെച്ചോ, ഒറ്റ സെക്കൻഡിൽ ഉത്തരം എഴുതിയിട്ട് പോവാം. എന്താ പറഞ്ഞത്, 40 നടുക്കത്തെ സംഖ്യ, അത് നമുക്കറിയാം. ശരാശരി 40 എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലായി. മൊത്തത്തിൽ 6 സംഖ്യകളാണുള്ളത്. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ ആ കേസുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, വലിയ സംഖ്യ കിട്ടണം എന്ത് ചെയ്യുക, ഈ 6 1 കുറയ്ക്കുക, എത്രയാ, 5. 40 + 5. ചെറിയ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യുക, ഈ 6 1 കുറയ്ക്കുക, 5. 40 - 5. ഇത്രയേ ഉള്ളൂ കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചതുരത്തിന്റെ നീളം 8 സെന്റിമീറ്ററും വീതി 6 സെന്റിമീറ്ററും ആയാൽ വികരണത്തിന്റെ നീളം എത്ര? ചതുരം വരയ്ക്കുകയാണ് ഞാൻ. ചതുരം വരച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നീളം 8 സെന്റിമീറ്റർ, വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. വികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതാ ഈ വരയ്ക്കുന്നതാണ് വികരണം അല്ലേ. അത് എത്രയാണെന്നാ ചോദിച്ചേക്കണേ. നിങ്ങൾക്കറിയാം, ഒരു ചതുരം വന്നു കഴിഞ്ഞ് ഇതേപോലെ വികരണം വരച്ചു കഴിഞ്ഞാൽ ഈ സാധനം 90 ഡിഗ്രിയാണ് നിങ്ങൾക്കറിയാം. അപ്പം അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ് നിങ്ങൾക്കറിയാം. എന്താണ് ഉപയോഗിക്കേണ്ടത്, പൈതഗോറസ് സിദ്ധാന്തം അല്ലേ. പൈതഗോറസിനെയാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. പൈതഗോറസ് തിയറം എന്താ, കർണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ അല്ലേ. അത് പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് വലിയ സംഖ്യ ആയിരിക്കും. വികരണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ + ഇതിൻ്റെ സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളെ D ആണ് എന്ത്, നമ്മുടെ വികരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ D² എന്താണ്, L² + B². അങ്ങനെ എടുക്കാം. L എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്. നീളം സ്ക്വയർ എത്രയാ, 8ന്റെ സ്ക്വയർ + 6ന്റെ സ്ക്വയർ. നമുക്ക് എത്ര കിട്ടും, 100. അതെ സോറി, 8 8 64 + 6 6 36. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, D² = 100 കിട്ടും. നമുക്ക് എന്താ വേണ്ടത്, വികരണ വേണ്ടത്, അതിൻ്റെ സ്ക്വയർ അല്ല വേണ്ടത്. അപ്പോൾ D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, D² റൂട്ടാണ് D. അപ്പോൾ അതേപോലെ 100ന്റെ റൂട്ട് √100 എത്രയായിരിക്കും, 10 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ D ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക, D = √L² + B². ഇങ്ങനെയൊന്നും എടുക്കണ്ട, നിങ്ങൾ ആ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. കാരണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം വികരണം ഏതാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. പൈതഗോറസ് സിദ്ധാന്തത്തിൽ, പൈതഗോറസ് ത്രയങ്ങളിൽ ഏതൊക്കെ സംഖ്യകളാണ് വരിക, 3 4 5. അതേമാതിരി വരുന്ന വേറൊരു സംഖ്യയാണ് എന്ത്, 6 8 10. ഈ 6 8ഉം ഓരോരോ വശങ്ങളാണെങ്കിൽ അടുത്ത ഇതെന്തായിരിക്കും, ത്രികോണത്തിൻ്റെ 10 ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞു മടുത്ത സാധനങ്ങളാണ് നമ്മൾ അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഞാൻ എഴുതാം. 3 4 8 17 33. അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം, ആദ്യം നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ വ്യത്യാസങ്ങൾ എടുത്ത് നോക്കുകയാണ്. 1 4 ഇവിടെ 8ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 9 അല്ലേ. 9 17 33 തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 16 അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ സംഭവം, മനസ്സിലായല്ലോ. ഇതെന്താ, 1² ഇവരുടെ 2² 3² 4². ഇനി അടുത്ത എന്തായിരിക്കും, ഈ 16 4². അപ്പോൾ അടുത്ത് എന്തായിരിക്കും, 5² 25 ആയിരിക്കണം വരേണ്ടത് അല്ലേ. 33 + 25 എത്രയാ, 5 3 8. അപ്പോൾ ആകെ 58 മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി കൂട്ടാനൊന്നുമില്ല അല്ലേ. 58 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. വ്യത്യാസം എത്ര പോയത് മനസ്സിലായില്ലേ. എങ്ങനെ സ്ക്വയേഴ്സാണ് പോയത്, 1² 2² 3². ഇതെന്താ, 1², ഇത് 2², ഇത് 3², ഇത് 4². ഇനി അടുത്ത് എന്തായിരിക്കും, 5² ആണ് വേണ്ടത്. അത് എത്ര, 25. 33 + 25 58 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുമ്പോൾ LMN PQR BCD അടുത്ത എന്താണ്, ഇവിടെ നോക്ക്, LMN O ഇല്ല, PQR
അതേപോലെ ബി സി ഡി ഇ ഇല്ല, എഫ് ജി എച്ച്. വളരെ സിമ്പിൾ സാധനം. ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. കറക്റ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് ഇവിടെ എൽ എം എൻ, ഒ ഇല്ല, പി ക്യു ആർ. അതിപ്പോൾ അതേപോലെ ബി സി ഡി ഇ ഇല്ല, എഫ് ജി എച്ച്. സിമ്പിൾ സാധനം അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. അശ്വിൻ അർജുനെ പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ഇതെൻ്റെ മുത്തച്ഛൻ്റെ ഏക മകളുടെ മകനാണ്. മുത്തച്ഛൻ ഏക മകൾ, അതായത് ഇത് ആരുടെ മുത്തച്ഛനാ? അശ്വിൻ്റെയാണ് അല്ലേ? അശ്വിൻ്റെ മുത്തച്ഛൻ്റെ ഏക മകളുടെ മകനാണ്. മകൻ ആരാ? മകൻ അർജുൻ അല്ലേ? ഇതല്ലേ പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ അശ്വിൻ ആരാണെന്നാണ്. അശ്വിൻ അർജുൻ്റെ ആരാണെന്നാണ് ചോദ്യം കേട്ടോ. അതാണ് ചോദ്യം കേട്ടോ. അശ്വിൻ അർജുൻ്റെ ആരാണെന്നാണ് ചോദ്യം. എങ്കിൽ അശ്വിൻ ആരാണെന്ന് പറഞ്ഞാൽ അശ്വിൻ അർജുനായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, മുത്തച്ഛൻ്റെ ഏക മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ ഇയാൾ മാത്രമേ ഉള്ളൂ. അത് ആരാണ്? അശ്വിൻ്റെ അമ്മയായിരിക്കില്ല അപ്പോൾ അത് അർജുൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഹോദരൻ എന്നുള്ള ബന്ധമായിരിക്കും. അപ്പോൾ ചോദ്യത്തിലുള്ളത് ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അശ്വിൻ ആരാണ്? അർജുൻ്റെ ആരാണ് എന്നാണ് ചോദ്യം കേട്ടോ. അല്ലെങ്കിൽ അശ്വിനും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കുക. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 15 മിനിറ്റ് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണളവ് എത്ര? ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 15 മിനിറ്റ് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണളവ്. 1 മിനിറ്റ് ചലിച്ചാൽ ഉണ്ടാവുന്ന കോണളവ് 6 ഡിഗ്രിയാണ്. എന്താണ്? 1 മിനിറ്റ് ചലിച്ചാൽ ഉണ്ടാവുന്ന കോണളവ് എത്രയാ? 6 ഡിഗ്രിയാണ്. അപ്പോൾ 15 മിനിറ്റ് ചലിച്ചാൽ എന്തായിരിക്കും? എന്ത് ചെയ്താൽ മതി? 15 × 6 ചെയ്താൽ മതി. ഇത് നോക്കിക്കോട്ടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം സാധനമാണിത്. 1 മിനിറ്റ് നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ? 1 മിനിറ്റ് എത്രയാ? 15 മിനിറ്റ്. 1 മിനിറ്റ് ചലിക്കാൻ എന്താണ്? 6 ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? നോക്കണം കേട്ടോ. അപ്പോൾ ചോദ്യം എന്താണ്? 15 മിനിറ്റ് ചലിക്കാൻ എത്രയാവും എന്നാണ് ചോദിച്ചേക്കണേ. നമ്മൾ നേരത്തെ ചെയ്തേക്കണം ആ മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കി. നേരെ ക്രോസ് ഗുണിക്കുക. എത്രയാ? 6 × 15 ഡിവൈഡഡ് ബൈ 1 × ഇവിടെ ആളില്ല, ഇയാളെയാണ് വേണ്ടത്. അപ്പോൾ 1. ഈ സാധനമാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതെല്ലായിടത്തും ഉപയോഗിക്കാം. അപ്പോൾ 6 × 15 എത്രയാ? 6 × 15 എത്രയാ? 6 × 15 എത്രയാ പറയൂ? 6 × 15 6 × 10 60. 60ഉം പിന്നെ ഒരു 30ഉം അല്ലേ? എത്ര ഉത്തരം? ഓപ്ഷൻ സി 90 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താണ്? ആകെ ഒറ്റ കാര്യമുള്ളൂ. 1 മിനിറ്റ് ചലിക്കാൻ 1 മിനിറ്റ് ചലിക്കുമ്പോൾ 6 ഡിഗ്രി ഉണ്ടാവും. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതേപോലെ എന്താണ്? അതുപോലെ നമുക്ക് 15 മിനിറ്റ് ചലിച്ചാൽ 1 മിനിറ്റ് 6 ഡിഗ്രി ഉണ്ടാവുമെങ്കിൽ 15 മിനിറ്റ് ചലിക്കുമ്പോൾ 15 × 6 ചെയ്യുന്നു. 15 × 6 എത്രയാ? 90 ഡിഗ്രി. ഉത്തരം സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ 20 മിനിറ്റ് ചലിക്കാനാണെന്നുണ്ടെങ്കിൽ 20 × 6 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ക്ലാസ്സിലെ 15 കുട്ടികൾ പരസ്പരം സമ്മാനപ്പൊതികൾ കൈമാറിയാൽ ആകെ സമ്മാനപ്പൊതികളുടെ എണ്ണം എത്ര? ഇക്വേഷൻ ഉണ്ട്, ഒന്നും പേടിക്കാനില്ല. സമ്മാനപ്പൊതികളുടെ കാര്യത്തിൽ ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചാൽ നല്ലതാണ്. കാരണം ഇതിനേക്കാട്ടിലും വ്യത്യാസമുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കൈ കൊടുക്കുന്നത് ഹാൻഡ് ഷേക്കിൻ്റെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം സമ്മാനപ്പൊതികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? n × n-1. എന്താണ്? n × n-1 ആണ് ഇക്വേഷൻ. n എന്താ? കുട്ടികളുടെ എണ്ണം. കുട്ടികളുടെ എണ്ണം എത്രയാ? 15. 15 × 14 എത്രയാ? 15 × 14 വരിക 210 അല്ലെ? 210 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. മൊത്തം എത്ര സമ്മാനപ്പൊതി ഉണ്ടാവും? 210. ആകെ പഠിക്കേണ്ട എന്താ? സമ്മാനപ്പൊതികൾ പരസ്പരം കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ഈ സമ്മാനപ്പൊതികളുടെ എണ്ണം സമം n × n-1. ഹാൻഡ് ഷേക്ക് ആണെങ്കിലോ എന്താ ഇക്വേഷൻ? എന്താ പഠിച്ചതല്ലേ? n × n-1/2. ഓക്കെ ആണല്ലോ? അത് മറക്കല്ലേ. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 932007 എന്ന സംഖ്യയിൽ 3ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുക കാണുക. അപ്പോൾ നമ്മൾ എന്താണ് സ്ഥാനവില, എന്താണ് മുഖവില എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം പഠിക്കണം. എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്താണ് ഇതിൽ സ്ഥാനവില?
മൂന്നിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് എന്താണ്? മൂന്നിൻ്റെ സ്ഥാനവില, അതിൻ്റെ സ്ഥാനം എത്രയാ? ഒറ്റ, 10, 100, 1000. എത്ര? ഒറ്റ, 10, 100, 1000. എത്ര ആയിരം? 3000. 3 × 1000 അല്ലെങ്കിൽ 3000. ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞു ഒന്നും കൂടി പറയാം. എങ്ങനെ? ആദ്യം നമുക്ക് ഒറ്റ, 10, 100, 1000. അതിന്റെ സ്ഥാനം എവിടെയാ? 1000-ത്തിലാണ്. 1000 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എത്രയാ? 3000-ത്തിലാണ്. അപ്പൊ നമ്മുടെ സ്ഥാനവില അറിയണ എത്രയായിരിക്കും? 3000. ഓക്കെ. അപ്പോൾ മുഖവില എന്താണ്? മുഖവില എന്താണ്? അതിന്റെ വില എത്രയാണ്? അതിനെ കണ്ടാൽ എന്താ നമുക്ക് കാണാം? അതിന്റെ ഒരാളപ്പം മുഖം നോക്കിയപ്പോ അയാൾ എങ്ങനെയാണല്ലേ കാണുക? ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 93207 അതിന് നോക്കുമ്പോൾ 3ന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. എന്താ നിങ്ങൾ കാണുന്നത്? 3 മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ മുഖവില 3. നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ഇതിന്റെ തുകയാണ്. ഇത് രണ്ടും കൂടിയും കൂട്ടുക. 3000 + 3 എത്ര കിട്ടുക? 3003. എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയിലൊക്കെ മുന്നോട്ട് വരിക, നല്ല ജോലി മേടിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. എല്ലാവരും നമ്മുടെ മറ്റേ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് പറയാൻ വിചാരിച്ച്. താങ്ക് യു.